ഇപ്പം കഴിഞ്ഞ തവണ ഞങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്ററെ പോയി കാണുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ബുള്ളിയൻ്റെ ഇമ്പോർട്ട് നികുതി കുറയ്ക്കുകയുണ്ടായി. അത് കാരണം സ്വർണത്തിൻ്റെ വില നല്ലവണ്ണം കുറഞ്ഞു. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിന് വില കൂടിയതനുസരിച്ച് ഇവിടെയും കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എല്ലാവരുടെയും പ്രതീക്ഷ എന്ത് ആകും സ്വർണത്തിന് എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. ഇപ്പോൾ സ്വർണ്ണാഭരണ മേഖലയിൽ കുറയ്ക്കേണ്ടത് കുറച്ചു, ഇനി കുറയ്ക്കും എന്നുള്ളൊരു സാധ്യത ഞങ്ങളെ സംബന്ധിച്ചും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൂട്ടുന്ന ഒരു രീതിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ഇതിനെപ്പറ്റിയുള്ള GSTയുടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ, അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ E-way ബില്ലിൻ്റെ കാര്യങ്ങളെപ്പറ്റി എന്ത് മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സ്വർണ്ണാഭരണ മേഖലയിൽ ഇപ്പോഴുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ പറ്റി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, മൊത്തത്തിൽ ഈ വ്യാപാര മേഖല ഉള്ളവർക്ക് എല്ലാവർക്കും വരികില്ല എന്നുള്ള, എന്തെങ്കിലും ചേഞ്ചസ് വരികില്ല എന്നുള്ളൊരു ആണ് ബോധ്യമുള്ളത്. അത് വരാനുള്ള ചാൻസും കുറവാണെന്ന് എൻ്റെ അഭിപ്രായം. അത് വില വർധന ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യത്യാസം വരുമെന്നൊരു യാതൊരു ആകാംക്ഷയും ഞങ്ങൾക്കില്ല. പക്ഷേ പൊതുവേ സ്വർണത്തിൻ്റെ ബുള്ളിൻ്റെ ഇൻ്റർനാഷണൽ ലെവലിൽ ലണ്ടൻ മാർക്കറ്റിൽ കൂടുന്നതനുസരിച്ച് ഇവിടെ അതിൻ്റെ കൂടുതലും കുറച്ചിലും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് യൂണിയൻ ബഡ്ജറ്റിനെ പറ്റി ഉള്ള യാതൊരു വിധത്തിലുള്ള അതിൻ്റെ ആകാംക്ഷയും ഇല്ല. അതിൻ്റെ ബേസിസ് അല്ല സ്വർണ്ണങ്ങളുടെ വില ഏറ്റക്കുറച്ചിൽ വരുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞ തവണ കുറച്ചതുകൊണ്ട് സ്വർണ്ണാഭരണ മേഖലയിൽ നിന്നുള്ള GST കളക്ഷൻ കൂടി. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറഞ്ഞതുകൊണ്ട് ഇമ്പോർട്ട് ഒരുപാട് വർദ്ധിച്ചു. അപ്പം ഈ ഗോൾഡിൻ്റെ ഇന്ത്യയിലെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ സ്വർണ്ണങ്ങളുടെ മാറ്റങ്ങൾ കൂടുതൽ ഏകദേശം 20,000 ടണ്ണാണ് ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ ഉൾപ്പെടെ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉൾപ്പെടെ ഉള്ളത്. അതിന് ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാകും ഇമ്പോർട്ട് കൂടുമ്പോൾ. പക്ഷേ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു കുറവ് അനുഭവപ്പെടും. ഇമ്പോർട്ട് കൂടുമ്പോൾ ന്യായമായിട്ടും ഇമ്പോർട്ടിൻ്റെ വില അനുസരിച്ചിൻ്റെ എക്സ്പോർട്ടിൻ്റെ ഇല്ലാത്തതുകൊണ്ടും കൂടുതൽ ഇല്ലാത്തതുകൊണ്ടും മൊത്തത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുന്നത് കൊണ്ട് ഇവിടുത്തെ എക്സ്ചേഞ്ച് റിസർവ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനെന്തെങ്കിലും ഗവൺമെൻറ് വരുത്തുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷ. അതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റിയില്ല. അത് എന്താണ് യുക്തമെന്ന് തോന്നിയിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ കൊണ്ടുവരാൻ ഒരു സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇവിടുത്തെ സ്വർണ്ണാഭരണ മേഖലയിൽ കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് അവരുടെ സംബന്ധിച്ച് അവരെ ഈ മേഖലയിൽ കൂടുതൽ വർക്ക് ലോഡ് കൂട്ടി എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു മാറ്റങ്ങൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂട്ടാൻ പറ്റും. അതിൻ്റെ ഒരു ശ്രമം ഗവൺമെൻറ്റിന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ റിസർവിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. എക്സ്പോർട്ട് കൂടുന്നതുകൊണ്ട് നിലവിൽ നേരത്തെ ഉള്ളതിനേക്കാളും എക്സ്പോർട്ട് അധികമായിട്ട് കൂടിയിട്ടില്ല. എന്നാലും ഈ മേഖലയിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ വരുത്താനുള്ള ശ്രമം ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ സൗതേൺ റീജിയനിലെ ഓർണമെൻറ്റ്സിന് മാക്സിമം ഡിമാൻഡ് UAE-യിലുണ്ട്, ഗൾഫ് മേഖലയിലുണ്ട്, ലണ്ടൻ മാർക്കറ്റിലുണ്ട്, USA മാർക്കറ്റിലുണ്ട്. അതിനുള്ള സാധ്യതയെപ്പറ്റി നമുക്ക് വിശകലനം ചെയ്തിട്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും എക്സ്പോർട്ട് കൂട്ടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഇനി ഇത്രയും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.